കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കല്യാണത്തിന് തലേ ദിവസം ദീപനെ വിളിച്ച് വലിയ അഹങ്കാര വർത്താനമൊക്കെ പ്രകാശം പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദീപ എന്ത് ചെയ്യണം, അതിന് തക്ക മറുപടിയും കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യണം. പിന്നീട് കിരൺ പറഞ്ഞു, അയാൾ അഹങ്കരിക്കട്ടെ അമ്മേ, എത്രയെന്ന് വെച്ചാൽ അഹങ്കരിക്കുന്നത്, അയാൾക്കുണ്ട് അഹങ്കാരത്തിനുള്ളതല്ലേ കിട്ടാൻ പോണെന്ന് പറയണം. അത് ശരിയാന്ന് പറയണം. ആ സമയം പ്രകാശം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പ്രകാശിന്റെ അടുത്തേക്ക് ഭാനുമതി മുത്തശ്ശി വന്നു. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ നോക്കും. പിന്നെ അല്ലാതെ ഇതേ തലേദിവസം കല്യാണത്തിന്റെ, ഇന്ന് വേണം നമ്മൾക്ക് അങ്ങോട്ട് ആഘോഷിച്ച് തകർക്കാനായിട്ടെന്ന് പറയണം. അപ്പത്തേനും വിക്രം കൂടെ അങ്ങോട്ട് വന്നു. വിക്രം വന്നിട്ട് പറഞ്ഞു, അതെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് അച്ഛാന്ന് പറയണം. അതിനിപ്പോ എന്താ, നിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചോ, നമുക്ക് അങ്ങോട്ട് ആഘോഷമാക്കാന്ന് പറയണം. അത് ഇടം ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, ഓ ഇതൊക്കെ കല്യാണിയും കിരണവും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടല്ലേന്ന് ചോദിക്കും. അതിനാണോ എന്റെ മുത്തശ്ശി വിഷമം, അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്താളെന്ന് പറയാം. എങ്ങനെ, അതൊക്കെ നമുക്ക് വീഡിയോ പിടിക്കാന്നേ, വീഡിയോ പിടിച്ചങ്ങോട്ട് അങ്ങ് അയച്ചു കൊടുത്താൽ പോരെ. അവരൊക്കെ ഇത് കാണട്ടെ, കല്യാണത്തലേ എന്നുള്ള ആ ദിവസം, കല്യാണത്തലേ ദിവസം എങ്ങനെയായിരിക്കും അവളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയണം. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അവൾക്ക് അങ്ങോട്ട് അസൂയ പെരുക്കൂടെ മോനെന്ന് പറയണം. പ്രകാശം പറഞ്ഞു, അവള് കാണണം, അവള് കണ്ടിട്ട്, അവൾക്ക് ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് അസൂയ കാരണം എന്ന് പറയാം. എങ്ങനെ താൻ ജീവിക്കാൻ പോകുന്നെന്നുള്ള സത്യം അവളിനെ അറിയാൻ പോകുന്നുള്ളൂ. എന്റെ സുന്ദരിയായ ഭാര്യയോടൊപ്പം, മഹാലക്ഷ്മിയോടൊപ്പം അല്ലേ നാളെ തൊട്ട് ഞാൻ ജീവിക്കാൻ പോകുന്നത്, അവളുടെ മുന്നിൽ കൂടെ കൈ പിടിച്ച് നടക്കും അമ്മയെന്ന് പറയണം. പിന്നീട് പ്രകാശം നേരെ രാജപ്പണ്ണനെ വിളിക്കണം. രാജപ്പണ്ണനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ലണ്ണ നിങ്ങളാരും വരുന്നില്ലേന്ന് ചോദിക്കണം. വരുന്നുണ്ട് പ്രകാശ, അതെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ കാത്തിരിക്കും കേട്ടോ, ഇതൊക്കെ വേണ്ടിയിട്ട് അതെ ഒരു ആഘോഷം തന്നെ ഇവിടെ തകർക്കാൻ പോവാന്ന് പറയണം. പിന്നെ ഞങ്ങൾ വരാതിരിക്കോ, നിന്റെ കല്യാണത്തെല്ലാം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേന്ന് ചോദിക്കണം. പിന്നീട് പ്രകാശം നേരെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം കാർത്തിക കല്യാണിനെ കിരണേം കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. അപ്പൊ കല്യാണി കാർത്തിയെ കണ്ടു ഉടനെ ചോദിച്ചു, അല്ല എന്താ ചേച്ചി നാളത്തെ കാര്യം എങ്ങനെയായി, ആകെ പടിയൊരു ടെൻഷനാണെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി പറഞ്ഞു, ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അതെ അമ്മ എന്തൊക്കെയോ മനസ്സ് വിചാരിച്ചിട്ടുണ്ട്, അതെന്താന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കുമെന്ന് പറയണം. അല്ല എന്തായിരിക്കും ഒരു പക്ഷേ ലക്ഷ്മിയമ്മ കരുതിയിരിക്കുന്നത്, ഇതേ പ്രകാശിനെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് കിരൺ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി പറഞ്ഞു, ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, അമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടപ്പാക്കിയിരിക്കും. നാളെ അയാൾ മണ്ഡപത്തിലേക്ക് വരട്ടെ, ഇന്നൊരു ദിവസം കൂടെ അയാൾ സന്തോഷിക്കട്ടെ. ഭയങ്കര സന്തോഷത്തിലാ തള്ളയും മോനും കൂടെ അവിടെ ഇരിക്കുന്നത്. പോരാത്തിന് മണിയറയൊക്കെ അലങ്കരിക്കാൻ തുടങ്ങുന്നുണ്ട് ഞാൻ പോന്നു കഴിയുമ്പോൾ. അച്ഛന് വേണ്ടിയിട്ട് മകൻ അവിടെ മണിയറയെ അലങ്കരിച്ചോണ്ടിരിക്കുക, നാളെയാണ് അത് അവന് തടവറയാകാനായിട്ട് പോണേന്ന് പറയാം. ഇത് കേട്ട് ഞാൻ കല്യാണി ചിരിച്ചോണ്ട് വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ ആ ദുഷ്ടനായി എൻ്റെ അച്ഛന് നാളെ പണി കിട്ടാനായിട്ട് പോവല്ലേ, നാളെ മിക്കവാറും അയാളുടെ ആ രാത്രി നടക്കാൻ പോകുന്ന ജയിലിലായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി പറഞ്ഞു, അത് ശരിയാ, അങ്ങേരെപ്പോഴുള്ള ഒരുത്തനെയൊക്കെ ജയിലിൽ കൊണ്ട് പിടിച്ചിടുക ചെയ്യണ്ടേ, ഒരു കാരണവശാലും അയാളുടെ ആദ്യരാത്രി ആഘോഷിക്കരുത്. അമ്മ എന്തൊക്കെയോ ചെറിയ പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ട്, അമ്മ എന്നോട് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറഞ്ഞില്ല, കാത്തിരുന്ന് കാണാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇന്നെന്താണെങ്കിലും എനിക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറയാം, ഇന്നവിടെ ഭയങ്കര ആഘോഷം നടക്കുമല്ലേ, അത് പോരാത്തതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പെണ്ണിനോടൊപ്പം അല്ലേ ഞാൻ വരണ്ടേന്നൊക്കെ ചോദിച്ചു, ഇന്ന് ഞാനോട് ഒഴിഞ്ഞു മാറിട്ടെന്ന് പറയാം. ഇത് കേട്ടൻ കല്യാണം കഴിഞ്ഞു, എന്നാ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടിയാലോന്ന് ചോദിക്കും. അത് ശരിയാ, നമുക്ക് ഈ രാത്രി നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാന്ന് പറയും. കാരണം പ്രകാശിന്റെ വിക്രത്തിനുടെ ഒക്കെ പണി കൊടുക്കേണ്ട തലേ ദിവസമല്ലേ. പിന്നീട് കല്യാണിയെയും കിരണിയെയും കൂട്ടിക്കൊണ്ട് കാർത്തിക ലക്ഷ്മിയുടെ അരിയിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അവർ വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കണം. എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു കല്യാണിന്റെ മനസ്സിൽ. കാരണം കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ സന്തോഷകരമായിട്ട് ഒരു ദിവസം വന്നെത്തുന്നത്. ഇന്നൊരു ദിവസം, നാളെയാണ് പണി കൊടുക്കാൻ പോകുന്നത്. എന്താണെങ്കിലും നല്ല കാര്യം തന്നെയാണ്. പിന്നീട് അവരങ്ങനെ ആഘോഷിച്ചിട്ട് കിരണും കല്യാണും വീട്ടിലേക്ക് തിരികെ വരുവാണ്. ഈ സമയം പ്രകാശന് എന്തെന്നില്ലാത്ത സന്തോഷം. പ്രകാശന് ആഘോഷിക്കാനുള്ള മദ്യങ്ങളും കാര്യങ്ങളും എല്ലാം നേരത്തെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഭാനുമതി മുത്തശ്ശി ചോദിച്ചു, അല്ലട മോനെ ഇതൊക്കെ വേണോ? പിന്നെ വേണ്ടേന്നോ, ദേ ബാലണ്ണനും രാജപ്പണ്ണനും ഒക്കെ വരുന്നുണ്ട്, അവർക്കൊക്കെ ഒരു സന്തോഷം ആണ്ടേന്ന് ചോദിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും അവരങ്ങോട്ട് വന്നു. അവിടുത്തെ അലങ്കാരമൊക്കെ ഉണ്ട്. കൊള്ളാലോടെ പ്രകാശ, അപ്പൊ നീ കുറച്ച് പൈസ പൊടിച്ചിട്ടുണ്ടല്ലേന്ന് ചോദിക്കണം. പിന്നല്ലാതെ, ഞാൻ ആരെ കല്യാണം കഴിക്കാൻ പോന്നേ, കാർത്തിക ഫുഡ് പ്രൊഡക്ട്സിന്റെ MD അല്ലേ. പിന്നെ എന്താ, എന്തിനു കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? പോരാത്തന് എന്റെ മകൻ എന്നാ LK കൺസ്ട്രക്ഷൻസിന്റെ MD കൂടെ അല്ലേ. അപ്പൊ പിന്നെ ഒന്നിനും ഒരു കുറവും വരുത്തില്ല, കല്യാണം നല്ല അടിച്ചു പൊളിക്കാൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചെന്ന് പറയാം. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കയറി വന്നു. എല്ലാവരും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ അവർക്കായിട്ടൊരു വിരുന്ന് തന്നെ ഒരുക്കുവാണ്. അങ്ങനെ മദ്യം, അങ്ങനെ വലിയ നല്ല രീതിയിൽ ഫുഡൊക്കെ ആയിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ അങ്ങ് നടത്തുവാണ്. ബാലണ്ണനും
അതുപോലെ തന്നെ രാജപ്പണ്ണ ഇതിന് പറഞ്ഞ സന്തോഷം വേറെ ഇല്ലായിരുന്നു. രാജപ്പണ്ണ പറഞ്ഞു, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്ന കേട്ടോ. ഈ പ്രായത്തിലും നിനക്ക് എന്താണ് സുന്ദരിയായിട്ടൊരു ഭാര്യയെ കിട്ടാൻ പോയല്ലേ. ഞാൻ ഇത്ര കാലം നോക്കിയിട്ടും എനിക്ക് ഒന്നും പോലും സെറ്റായില്ലടാ. എടാ പ്രകാശ, ഇനി നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ? ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. എന്റെ രാജപ്പണ്ണ, അതിന് രാജപ്പണ്ണന് ഇതിന് മാത്രം സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്നെ കണ്ടുപിടിക്കും. കണ്ടില്ലേ, എന്നെ ഇപ്പൊ കണ്ടാൽ ഒരു 35-40 വയസ്സ്, അത്രയും തന്നെ പറയില്ല. ഇത് കേട്ടോണ്ട് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ. മുത്തശ്ശി പറഞ്ഞല്ല, ആഘോഷമൊന്നും തുടങ്ങിയില്ലേന്ന് ചോദിക്കും. പിന്നെ ഇവിടെ എല്ലാം ആഘോഷം എല്ലാം തുടങ്ങി കഴിഞ്ഞെന്ന് പറയണേ. പിന്നീട് അങ്ങനെ എല്ലാവരും കൂടെ മദ്യമൊക്കെ ഒഴിച്ച് കഴിക്കണം. രാജപ്പടം നോക്കി, മുന്തേരം മദ്യം തന്നെ ആണല്ലോടാ. അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഘോഷിക്കുന്നു ഇവിടെ. ഇന്നത്തെ ദിവസം പ്രകാശൻ നിങ്ങൾക്കായിട്ട് തരുന്ന ദിവസമാണ്. കാരണം പ്രകാശിന്റെ ദിവസമാണ്. പ്രകാശൻ രാജാവായിരിക്കുമെന്ന് പറയണേ. ഇത് കേട്ടതും രാജപ്പണ, അത് ശരിയാ, ഒരു തൊപ്പിയുടെ ഒരു കോട്ടിന്റെയും കൂടെ ഒരു കുറവുണ്ട്. അതും കൂടെ വേണ്ടതായിരുന്നു. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പ്രകാശം നിന്നെ കാണാൻ കിടലിനായിരുന്നു. ഇപ്പൊ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രായമൊന്നും പറയത്തില്ല. ഈ നിൽക്കുന്ന ഇവന്റെ അച്ഛനാന്ന് പോലും പറയത്തില്ല. അച്ഛന് മകനേക്കാളും പ്രായം കുറവാ ഇപ്പൊ പറയത്തുള്ളൂ എന്ന് പറയാം. അതിവിടെ കേട്ട് കഴിഞ്ഞാൽ പ്രകാശം നിലത്തെങ്ങും അല്ല. പ്രകാശം അങ്ങനെ അങ്ങ് നെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ ഇവൻ എന്റെ മോനല്ലയോ, ഇപ്പോഴും എന്നെ കണ്ടോ നല്ല ചെറിയ പ്രായമല്ലേ എന്ന് ചോദിക്കും. അതെ അതെ, ഇപ്പൊ അമ്മൂമ്മേനെ കണ്ടാലും നല്ല ചെറിയ പ്രായമോ. അമ്മൂമ്മയോ? ആരുടെ അമ്മൂമ്മ? ഞാൻ ആരുടെ അമ്മൂമ്മയൊന്നുമല്ലെന്ന് പറയണം. ഇത് കേടാൻ രാജപ്പണ്ണനൊക്കെ ചിരിക്കുവാണ് അങ്ങോട്ട്. ഭാനുമതി മുത്തശ്ശി അവരോടൊപ്പം അങ്ങോട്ട് കൂടാൻ തുടങ്ങി. പ്രകാശം പറഞ്ഞു, അതെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുത്താലോന്ന് ചോദിക്കാം. അങ്ങനെ അവരെല്ലാരും കൂടെ ഒന്ന് യോയോ ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് സെൽഫി എടുക്കണം. പിന്നീട് പാട്ടും ഡാൻസും മേളവും ഒക്കെ. ഈ സമയം വിക്രം അത് മൊബൈലിൽ പിടിക്കുന്നുണ്ട്. പ്രകാശം പറഞ്ഞു, അതെ ഇത് ലക്ഷ്മിക്ക് ഇന്ന് ഇട്ട് കൊടുക്കണമെന്ന് പറയണേ. പിന്നീട് ലക്ഷ്മിക്ക് അങ്ങ് അയച്ചു കൊടുക്കുകയാണിത്. ലക്ഷ്മിയുടെ ഫോണിലേക്ക് ഈ മെസ്സേജ് വന്നത്. ലക്ഷ്മി നേരെ കാർത്തികനെ വിളിക്കണം. ഇങ്ങ് വാ മോളെ, ഒരു കൂത്ത് കാണാൻ ഞാൻ കാണിക്കാന്ന് പറയണം. എന്താ ഇങ്ങ് നോക്ക്, പ്രകാശിന്റെ അവസാനത്തെ അർമാദനം എന്ന് പറയണം. നാളെ അവനിരുന്ന് കരയാനുള്ളല്ലേ, നെഞ്ചത്ത് അടിച്ചോണ്ട് കരയാനുള്ളതല്ലേ എന്ന് ചോദിക്കണം. അത് ശരിയാ, അവന്റെ അവസാനത്തെ ആഘോഷം ഇന്ന് നടക്കാൻ പോണെന്ന് പറയാം. നാളെ ഈ സമയത്ത് അവനിരുന്ന് കരഞ്ഞോണ്ടിരിക്കുമായിരിക്കും എന്ന് പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക പറഞ്ഞു, എന്താണെങ്കിലും ഒറ്റ ദിവസം കൂടെയല്ലേ ഉള്ളമേ, അങ്ങോട്ട് ആഘോഷിക്കട്ടെ. ആഘോഷിച്ച് അങ്ങോട്ട് നിൽക്കട്ടെ. നാളെ ആകുമ്പത്തേനല്ലേ അവന് സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നുള്ളൂ. കല്യാണം നടക്കില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പ്രകാശൻ തകർന്ന് തരിപ്പണയായി പോയില്ലെന്ന് പറയണം. ഈ സമയം പ്രകാശൻ എന്ത് ചെയ്യുവാണ്? പ്രകാശൻ ആ വീഡിയോസൊക്കെ ദീപയുടെ ഫോണിലേക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ദീപയുടെ ഫോണിലേക്കല്ല, കിരണിന്റെ ഫോണിലേക്ക്, രണ്ടുപേരുടെ ഫോണിലേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മെസ്സേജ് വന്ന ഉടനെ കിരൺ അത് ഓപ്പൺ ചെയ്ത് നോക്കണം. ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ പാട്ടും ഡാൻസും മേളവും എല്ലാം കാണുന്നേ. പെട്ടെന്ന് ദേവി അങ്ങോട്ട് വന്നു. എന്താ മോനെന്ന് ചോദിക്കണം. ദേ അവിടെ ആഘോഷം തുടങ്ങിയ എന്ന് പറയണം. പ്രകാശം മാത്രമല്ല, ആ രാജപ്പണ്ണും ബാലണ്ണനും പ്രകാശനും 1-2 ഫ്രണ്ട്സും കൂടെ ഉണ്ടല്ലോ എന്ന് പറയണം. ആഹാ കൊള്ളാലോ, ആ ഭാനുമതി മുത്തശ്ശിയൊക്കെ ഭയങ്കര ഡാൻസ് ആണല്ലോ കിടന്ന് കളിക്കണേന്ന് പറയണം. എൻ്റെ അമ്മേ, എല്ലാരും കളിച്ചോട്ടെ, നല്ല കളി തന്നെ കളിച്ചോട്ടെ. എന്താണെങ്കിലും ആഘോഷത്തിന് വേണ്ടി പൈസ കൊടുത്ത ആളാരാ? ആ രാജപ്പണ്ണനല്ലേ കൊടുത്തേ. അപ്പൊ അങ്ങേര് പൈസ കൊടുത്തു, അതൊക്കെ എടുത്ത് പ്രകാശന് കിടന്ന് ഡാൻസ് ചെയ്യുന്നു. പക്ഷെ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ രാജപ്പണ്ണൻ അറിഞ്ഞു കഴിയുമ്പോൾ കല്യാണം നടക്കില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പൈസ തിരിച്ചു വയ്ക്കും. അപ്പോഴല്ല ഇനി കളികളൊക്കെ മാറാൻ പോണേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദീ പറഞ്ഞു, അത് ശരിയാ, നാളെ എല്ലാ സത്യങ്ങളും പുറത്തു വന്നു കഴിയുമ്പോഴത്തേനും പൈസയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനും മോനും കൂടെ കിടന്ന് നെട്ടോട്ട് കൊടുക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേ മോൻ നേരത്തെ ചെയ്താൽ ആ കള്ളത്തരം വീണ്ടും ചെയ്യേണ്ടി വരും. ഒരേ വീട് ചിലപ്പോൾ കയറി മോഷ്ടിക്കാൻ പോകേണ്ടി വരും. കൂടെ അച്ഛനും കൂടെ ഇറങ്ങേണ്ടി വരും. കാരണം 10-12 ലക്ഷം രൂപ കൊടുക്കണമല്ലോ. ആര് കൊടുക്കും? ആരെങ്കിലും ഇനി കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടത് കിരൺ പറഞ്ഞു, അത് ശരിയാ, ഇന്ന് ഒരു ദിവസത്തെ സന്തോഷമല്ലേ ഉള്ളൂ, അവരങ്ങോട്ട് സന്തോഷിക്കട്ടെ എന്ന് പറയണം. നാളെയാണ് പ്രകാശൻ ആ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നു പറയണം. അങ്ങനെ ആഘോഷം എല്ലാം കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോയി. പ്രകാശൻ ഇതിൽ ഒരു സന്തോഷം വേറെ ഇല്ലായിരുന്നു. പിന്നീട് ഭാനുമതി മുത്തശ്ശി വന്നിട്ട്, എടാ പ്രകാശ, നിനക്ക് രാവിലെ എഴുന്നേക്കാവുള്ളല്ലേ, നീ ഇനി ഇങ്ങനെ ഇവിടുന്ന് കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. അങ്ങനെ പ്രകാശനും മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ മുറിയിൽ ചെന്ന് നല്ല സന്തോഷത്തോടെ അങ്ങോട്ട് കിടക്കാൻ പോവാണ്. നാളെ ഈ സമയത്ത് തൻ്റെ കൂടെ ഇവിടെ മഹാലക്ഷ്മിയും കൂടെ കാണും. താൻ ആദ്യമായിട്ട് അവളുടെ മുഖം കാണാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും അവളുടെ മുഖം? അതൊക്കെ ഓർത്തിട്ട് പ്രകാശൻ എന്തെന്നില്ലാത്തൊരു വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ദീപനെ പോലെ ഒന്നും ആയിരിക്കില്ല. നല്ല സൗന്ദര്യമുള്ളവളായിരിക്കും. കാർത്തികൻ നല്ല മിടിക്കല്ലേ, അപ്പൊ അവളെ പോലെ തന്നെയായിരിക്കും അവളുടെ അമ്മ. ഒരു പക്ഷേങ്കിൽ അവളെക്കാളും നല്ല സൗന്ദര്യമെന്നല്ലേ പറഞ്ഞേ, നല്ല ഗോതമ്പിന്റെ നിറവാന്നാ പറഞ്ഞേ. ഓർക്കാനും കൂടെ പറ്റുന്നില്ല. ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, നേരെ ഒന്ന് വെളുത്താൽ മതി എന്ന് ഓർത്തോണ്ട് പ്രകാശം കിടക്കണേ. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പ്രകാശൻ രാവിലെ എഴുന്നേറ്റു, കുളിച്ച് റെഡി ആയിട്ട് നല്ല ജൂബയാക്കിയിട്ട് അങ്ങനെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. നാളെ ചെന്ന് കഴിയുമ്പോൾ അറിയാം ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കും എന്നുള്ളത്. ഉറപ്പായിട്ടും നാളെ ഇനി ലക്ഷ്മി നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് പ്രകാശന്. പ്രകാശൻ അങ്ങനെ ജയിലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.